ഇത് പിയാജിയോയുടെ ക്ലാസിക് പുതിയ മോഡൽ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഷോറൂമിൽ നിന്ന് വരുമ്പോഴുള്ളൊരു ഷേപ്പാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അത് നമ്മൾ പിന്നെ ഈ ഷേപ്പിലേക്ക് പുതിയ ബോഡി കെട്ടി നമ്മളത് മറ്റൊരു നല്ലൊരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വണ്ടി ബോഡി ഷേപ്പ് ആക്കിയെടുക്കുന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണിത്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു ഓട്ടോറിക്ഷ ഫുൾ ബോഡി പണിത് വരുന്ന ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വണ്ടി നമുക്ക് എങ്ങനെയാണ് ഷേപ്പാക്കി ബോഡിയാക്കി നല്ല ഒരു ലുക്കിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇതൊരു പെരുമ്പാവൂർ സ്റ്റൈലിൽ വരുന്നൊരു വണ്ടിയാണ്. അത് നമ്മുടെ പെരുമ്പാവൂർ നമ്മുടെ വർക്ക്ഷോപ്പിൽ ചെയ്തെടുത്തേക്കുന്ന വണ്ടിയാണ്. ഇതാണ് നമ്മളെ ബോഡി പണിയുന്നതിൻ്റെ രീതിയാണ് കാണുന്നത്. ഇങ്ങനെയാണ് നമ്മളൊരു വണ്ടിയുടെ ബോഡി ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു വർക്കാണ്. നമ്മൾ പവർ വിൻഡോ, ബാക്ക് ഡോറ്, ബോഡി സ്കർട്ട് അങ്ങനെയുള്ള എക്സ്ട്രാ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയിൽ അതൊന്നുമില്ല, അതൊക്കെ ചെയ്യുന്നുമുണ്ട് നമ്മൾ. ഈ ഒരു രൂപത്തിലേക്ക് ആയതിനു ശേഷം നമ്മളത് ഫുള്ളത് ഗ്രൈൻഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നതാണ് കാണുന്നത്. അപ്പം നമ്മളത് മൊത്തം ഗ്രൈൻഡ് ചെയ്ത് നല്ല വെൽഡ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ തടിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ എല്ലാം ചെയ്ത് ഒരു നല്ലൊരു ഫിനിഷിങ്ങിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്തിട്ടാണ് പെയിൻറ്റിങ്ങിന് വിടുന്നത്. അടുത്തത് പെയിൻറ്റിങ് സ്റ്റേജിലേക്കാണ് പിന്നെ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പിലായതിനു ശേഷം ഇത് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. ഇത് നമ്മളിനി ഫുൾ പെയിൻ്റ് അടിച്ച് തുരുമ്പ് കയറാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുക്കും. ഫുൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അകത്തൊക്കെ തുരുമ്പ് ഭാവിയിൽ കയറാതിരിക്കാൻ ഗുണം ചെയ്യും നമുക്കത്. അപ്പോൾ നമ്മൾ അപ്പോക്സിയൊക്കെ അടിച്ച് നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഷേപ്പാണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. ബോഡി ചെയ്ത് കഴിഞ്ഞ് പെയിൻ്റ് അടിച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. ഇതിന് മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോം എല്ലാം അഴിച്ച് കംപ്ലീറ്റ് ബെൽറ്റ് ഇട്ട് പെയിൻ്റ് അടിച്ചിട്ടാണ് ബോഡി ബിൽഡിങ് തുടങ്ങുന്നത്. ഇത് നമ്മുടെ ഒപ്പം തന്നെ ഇതുപോലെ തന്നെ പണിയാൻ വന്നേക്കുന്ന ഒരു വണ്ടിയാണ്. അതിൻ്റെ പണി ഏകദേശം ഈ ഒരു ലെവലിലായി നിൽക്കുകയാണ്. ഇതാണ് നമ്മൾ പണിയുമ്പോൾ ഉള്ളൊരു ഷേപ്പാണ്. അതിന് ശേഷം വന്നൊരു വണ്ടിയാണ്. അതിൻ്റെ പണിയും നടക്കുകയാണ്. ഇനി നമ്മൾ അപ്പോൾസറിക്ക് പോകുന്ന ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾസറി ചെയ്യുന്നതൊന്നും നമ്മൾ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് അപ്പോൾസറി കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് പിന്നെയും വരും. ബാക്കിയുള്ള ഫിറ്റിങ്സുകളൊക്കെ പിടിപ്പിക്കാനായിട്ട് വരുമ്പോൾ ഉള്ളൊരു സീനാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് അപ്പോൾസറി കഴിഞ്ഞ് ഇപ്പോൾ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം പിടിപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ടുള്ളൊരു വ്യൂ ആണിത്. ഇതിൻ്റെ ലോക്ക് നമ്മൾ കാറിൻ്റെ മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട്. കമ്പനി വരുന്നതിൽ നിന്ന് മാറ്റി നമ്മൾ കാറിൻ്റെ ലോക്കാക്കിയുണ്ട്. ഇത് നമ്മുടെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയതിനു ശേഷമുള്ളൊരു ലുക്കാണ്. ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മൾ ഫുൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷേപ്പാണിത്. ഇതാണ് നമ്മളെല്ലാം കഴിഞ്ഞ് നമ്മൾ കസ്റ്റമർക്ക് വണ്ടി ഡെലിവറി കൊടുക്കുന്ന ഒരു സീനാണ്. ഏറെക്കുറെ എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ഫിറ്റിങ്സും കഴിഞ്ഞ് വണ്ടി കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുകയാണ്. എല്ലാ പരിപാടിയും കഴിഞ്ഞു. അതിൻ്റെ എല്ലാ ഇതും കഴിഞ്ഞ് നമ്മൾ വണ്ടി പുറത്തേക്ക് പോകുന്ന ഒരു സ്റ്റേജാണ്. അപ്പോൾ അവർക്കും സന്തോഷം, നമുക്കും സന്തോഷം. അത് നമ്മുടെ ആദ്യത്തെ ഒരു വണ്ടിയാണ്. നമ്മൾ പുതിയ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഇറങ്ങിപ്പോകുന്നൊരു വണ്ടിയാണ്. നമ്മുടെ പെരുമ്പാവൂർ തന്നെയാണ് നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത്. എന്തേലും ഇതുപോലുള്ള ആവശ്യക്കാരെങ്കിലും പുതിയ വണ്ടി ബോഡി പണിയാൻ ഈ ഒരു ഷേപ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവരും, ഇത് നമ്മുടെ ഒരു നോർമൽ ഷേപ്പിൽ പണിതേക്കുന്നതാണ്. എക്സ്ട്രാ വർക്കുകളൊക്കെ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയാനുള്ളവർ ഇതിൽ കാണുന്ന നമ്പർ ഞാൻ കൊടുക്കാം. ആ നമ്പറിൽ ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതാണ്. നമ്മുടെ ഒരു നോർമൽ ഷേപ്പിൽ പണിത് പോയേക്കുന്നൊരു വണ്ടിയാണ്, പെരുമ്പാവൂർ സ്റ്റൈലിൽ.